എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ജീവിതത്തിൽ സൗഹൃദത്തിനാണോ പ്രണയത്തിനാണോ കൂടുതൽ ഭംഗി എന്നതിനെ കുറിച്ചാണ്. ഏതായാലും ഇത് ഫെബ്രുവരി മാസമാണ് അല്ലേ, ഒരു വാലന്റൈൻസ് ഡേ ഒക്കെ കടന്നു വരുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഒന്ന് നോക്കിയാലോ. വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് പലർക്കും ഇത് അനുഭവപ്പെടാറുള്ളത് അല്ലെ. സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോഴും പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ വല്ലാതെ ഒരു ആസ്വാദന ഭാഷ അതിന് കൈവരാറുണ്ട്. ഏതായാലും ജീവിതത്തിന്റെ വളരെ രസകരമായ അല്ലെങ്കിൽ വൈകാരികമായി നമ്മൾ സ്വീകരിക്കുന്ന രണ്ട് വാക്കുകളാണ് സൗഹൃദവും പ്രണയവും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഏതിനാണ് ജീവിതത്തിൽ കൂടുതൽ ഭംഗി എന്നതിനെ കുറിച്ചാണ്. ജീവിതത്തിൽ പ്രണയിക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ, എല്ലാവർക്കും പ്രണയം ഉണ്ടായിരിക്കും. പക്ഷെ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല എന്ന്. നേരിട്ട് അനുഭവിക്കുന്നത് മാത്രമാണ് പ്രണയമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ പ്രണയം എന്ന് പറയുന്നത് നേരിട്ട് അനുഭവിക്കുന്നത് മാത്രമല്ല, മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയങ്ങളുണ്ട്. ആരോടും പറയാതെ, പറയാൻ ധൈര്യമില്ലാതെ അവനവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി സൂക്ഷിച്ച പ്രണയങ്ങളുണ്ട് പല ആളുകൾക്കും അല്ലെ. അതുപോലെ തന്നെ പറഞ്ഞിട്ട് പരാജയപ്പെട്ടു പോയ അവഗണിക്കപ്പെട്ട പ്രണയങ്ങളും ഒരുപാടുണ്ട്. പ്രണയിച്ച് വിജയിച്ച ആളുകളുണ്ട്, പ്രണയം ജീവിതമാക്കിയ ആളുകൾ. അതുപോലെ തന്നെ പ്രണയം പാതിവഴിയിൽ മുറിഞ്ഞുപോയ ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രണയിക്കാതെ ആളുകൾ ഈ ലോകത്ത് എവിടെയും ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രണയമുണ്ട്. അതുപോലെ തന്നെയാണ് സൗഹൃദവും. സൗഹൃദങ്ങളില്ലാതെ ആരും തന്നെ ഉണ്ടാവില്ല, കുറച്ച് ആളുകളെങ്കിലും. എന്നാൽ ഇവിടെയും ഒരുപാട് വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഉണ്ട്. സൗഹൃദം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ഉണ്ടാവും. ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ഏത് പാതിരാവിലും വിളിച്ചു കഴിഞ്ഞാലും നമ്മളോടൊപ്പം ഓടി വരുന്ന കുറച്ച് ആളുകളെങ്കിലും. അതുപോലെ തന്നെ വലിയ ആത്മാർത്ഥതയൊന്നുമില്ലെങ്കിലും നമ്മളോടൊപ്പം നടക്കുന്ന കുറെ സുഹൃത്തുക്കളും നമുക്കുണ്ടാവും. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരും അക്കൂട്ടത്തില് നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് തന്നെ നമുക്ക് പറയാനാവും. അങ്ങനെ സൗഹൃദങ്ങളും നമുക്കുണ്ട്. ഇവിടെ ഏതിനാണ് ഭംഗി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പല ആളുകളും സ്വാഭാവികമായിട്ട് പറയാറുള്ളത്, പ്രണയത്തെക്കാൾ ഭംഗിയുള്ളതും പ്രണയത്തെക്കാൾ സുന്ദരമായതും സൗഹൃദങ്ങളാണ് എന്നാണ്. ഒരു സമയം വരെ ഞാനും അങ്ങനെ തന്നെ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരാളാണ്, പ്രണയത്തെക്കാൾ സുന്ദരമായത് സൗഹൃദമാണ് എന്ന്. ഒരുപക്ഷെ അതിന്റെ വിശാലമായ ഒരു പ്രതലത്തെ ഉൾക്കൊണ്ടുകൊണ്ടാവാം സൗഹൃദം കുറച്ചുകൂടി മനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലെ. കാരണം സ്വാതന്ത്ര്യത്തിന് അധികം അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകമാണ് സൗഹൃദം എന്നാണ് പൊതുവെ നമ്മൾ കണക്കാക്കാറുള്ളത്. നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം സൗഹൃദത്തിലുണ്ട്. ഒരിത്തിരി പരിഭവം കാണിച്ചാലും, ഒരിത്തിരി പിണങ്ങിയാലും, ഒരിത്തിരി തല്ലുകൂടിയാലും അതൊന്നും വലിയ കാര്യമാക്കാറില്ല സൗഹൃദങ്ങളിൽ. അതുപോലെ അതിന് കുറച്ചുകൂടി വിശാലമായ പ്രതലമുണ്ട് എന്ന് പറയാൻ കാരണം, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തില് എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. വ്യത്യസ്തമായ ഒരുപാട് ആളുകള്, വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള ഒരുപാട് ആളുകള് നമ്മുടെ സൗഹൃദത്തിന്റെ വലയത്തിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി വിശാലമാണ്, കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് എന്നും നമുക്ക് പറയുവാനുള്ള ഒരു ഇടം കൂടിയാണത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സൗഹൃദത്തിന് കുറച്ചുകൂടി ഭംഗിയുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികം. എന്നാൽ പ്രണയത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. പ്രണയം നഷ്ടപ്പെടുമ്പോഴോ പ്രണയിക്കാൻ കഴിയാതെ പോകുമ്പോഴോ പലപ്പോഴും പ്രണയത്തിന്റെ ആന്തരികമായ ഒരു ഭംഗി പലപ്പോഴും ഒരാൾക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാവാം പ്രണയത്തെക്കാൾ ഭംഗി സൗഹൃദത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രണയവും സൗഹൃദവും രണ്ട് രീതിയിലുള്ള, അതായത് സ്നേഹത്തിന്റെ രണ്ട് ഭാഷകളാണ്. അതിന് വ്യത്യസ്തമായ രീതികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പ്രണയത്തിന്റെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അത് കുറച്ചുകൂടി സ്വാർത്ഥമാണ് എന്നുള്ളതാണ് അല്ലെ. സൗഹൃദത്തിന് സ്വാർത്ഥതയില്ല, അത് കുറച്ചുകൂടി നിസ്വാർത്ഥമാണ്, കുറച്ചുകൂടി ഫ്രീഡം അതിന് കിട്ടുന്നു. പ്രണയത്തിന് ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്വാർത്ഥതയാണ് പ്രണയത്തിന്റെ ഭംഗി. അതായത് നിസ്വാർത്ഥത സൗഹൃദത്തിന്റെ ഭംഗിയാകുമ്പോൾ സ്വാർത്ഥത പ്രണയത്തിന്റെ ഭംഗിയായിട്ട് മാറുന്നുണ്ട്. ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു അതിപ്രസരം പ്രണയത്തില് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ചില അതിർവരമ്പുകൾ അവിടെ രൂപപ്പെടുന്നത്, ചില സ്വാതന്ത്ര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നത്. എന്ത് കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്
പ്രണയമെന്ന ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമെന്ന ഒരു പിടിവാശി സ്വാഭാവികമായിട്ട് തന്നെ പ്രണയത്തിന് ഉണ്ടാവും. എന്നാൽ അത് അരോചകമായിട്ടൊന്നും തോന്നാറില്ല. കാരണം പ്രണയിക്കുന്ന ആ സമയങ്ങളിലെ ആ സ്വാർത്ഥത കുറച്ചുകൂടി മനോഹരമായി നമ്മൾ ആസ്വദിക്കാറാണ് പതിവ്. അത് മാത്രവുമല്ല, ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് സൗഹൃദം വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി വൈവിധ്യങ്ങൾ അതിലുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കുറെ ചങ്ങാതിമാര്, വ്യത്യസ്തമായ സ്വഭാവ രീതിയിലുള്ള കുറെ ചങ്ങാതിമാര് സൗഹൃദത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രണയത്തിൽ അങ്ങനെയല്ല. പ്രണയത്തിൽ ഒരാളിലേക്ക് മാത്രമായിട്ടാണ് നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും സംസാരങ്ങളും ഒക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. സൗഹൃദത്തിൽ അങ്ങനെയല്ല. സൗഹൃദത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. പ്രണയത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊരു ചെറിയ ലോകത്തിൽ നമ്മൾ ചെറിയൊരു സർക്കിളിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പക്ഷെ ഇവ രണ്ടും അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രണയവും സൗഹൃദവും യഥാർത്ഥത്തിൽ ഒരേ ഭംഗിയുള്ള, ഒരേ സൗന്ദര്യമുള്ള രണ്ട് തൂവൽ പക്ഷികളാണെന്ന് നമുക്ക് പറയാം. സ്നേഹത്തിന്റെ മനോഹരമായ രണ്ട് ഭാഷകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇതിന് വ്യത്യസ്തമായ രീതിയിലല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങളായി, ഓർമ്മകളായി, നിറക്കൂട്ടുകളായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. പലപ്പോഴും പ്രണയം നഷ്ടപ്പെടുമ്പോഴോ പ്രണയം അവഗണിക്കപ്പെടുമ്പോഴോ ഒക്കെയാണ് പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ നമ്മൾ വികലമാക്കാറുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാവർക്കും എല്ലാവരെയും സുഹൃത്തുക്കളാക്കാൻ കഴിയില്ല. എല്ലാവർക്കും എല്ലാവരെയും അതുപോലെ തന്നെ പ്രണയിക്കാനുമാവില്ല. രണ്ട് മനസ്സുകളുടെ മനോഹരമായ കൂടിച്ചേരലാണ് സൗഹൃദങ്ങളായാലും പ്രണയങ്ങളായാലും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രണയത്തിലേക്കും സൗഹൃദത്തിലേക്കും കയറിപ്പോകുന്നത് പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാനുള്ള ആ മാനസികമായ പക്വത കൂടി നമ്മൾ കാണിക്കണം. കാരണം കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പറ്റിയ ഒരാളാണോ ഈ സുഹൃത്ത് അല്ലെങ്കിൽ ഈ പ്രണയിക്കുന്ന വ്യക്തിയെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് ഒന്നുകിൽ ഇറങ്ങി വരാനോ അല്ലെങ്കിൽ ഇറക്കി വിടാനോ നമുക്ക് കഴിയണം. അതിന് യാതൊരുവിധ പരാതിയും പരിഭവങ്ങളും നമ്മൾ കാണിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒപ്പമുണ്ടാവില്ല എന്ന ഈ പ്രപഞ്ചത്തിന്റെ തിയറി നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ടോ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്തിട്ടോ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന നിമിഷങ്ങള്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങള്, അത് നമ്മൾ തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ ഓർമ്മകളിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറഞ്ഞുകൊണ്ട് അതിനെ മോശമായ രീതിയിൽ നഷ്ടപ്പെട്ടു പോയി എന്നോർത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ അവഗണിച്ചു എന്നോർത്തിട്ട് നമ്മൾ ഇറക്കി വിട്ടു എന്നോർത്തിട്ട് നമ്മൾ അനുഭവിച്ച ആ കാലഘട്ടത്തിന്റെ ആ നല്ല ഓർമ്മകളെ നമ്മൾ ഒരിക്കലും കുറ്റം പറയേണ്ടതില്ല. അത് നമുക്ക് തന്ന നല്ല നിമിഷങ്ങളുണ്ട്. ജീവിതത്തിലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറെ പാഠങ്ങളും കുറെ തിരിച്ചറിവുകളും ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടാവും. ജീവിതത്തിന്റെ നല്ല ഓർമ്മകളുടെ നിറക്കൂട്ടുകളിലേക്ക് നമ്മളത് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു സൗഹൃദം നഷ്ടപ്പെടുമ്പോഴോ ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോഴോ നമ്മളതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അവർ തന്ന നല്ല ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ജീവിതം മനോഹരമായി ആ ഓർമ്മകളിലൂടെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. നല്ല പ്രണയങ്ങളും നല്ല സൗഹൃദങ്ങളും ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറെ നല്ല ഓർമ്മകളെ ജീവിതത്തോട് സ്വീകരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മനോഹരമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.